പേരറിയാത്തൊരു സുഹൃത്തോ? അയാൾ എനിക്കൊന്ന് പരിചയപ്പെടണം. അമ്മയുടെ സുഹൃത്തെന്ന് പറഞ്ഞയാള് വളരെ ചെറുപ്പാണല്ലോ. ചെറുപ്പാണ്, നല്ല സൽസ്വഭാവിയായ പയ്യൻ. അമ്മേ ദേവി, കൈവിടല്ലേ, നേർവഴി കാട്ടിത്തരണേ. സ്നേഹവും നന്മയും മാത്രം കൈമുതലായുള്ള എന്റെ കുട്ടികളെ സങ്കടപ്പെടുത്തരുതേ. ദുരിതങ്ങളിൽ നിന്ന് കരകയറ്റണേ. എന്റെ കുട്ടികൾക്ക് മംഗല്യഭാഗ്യം കൊടുക്കണേ. ഭഗവതി, വഴികാട്ടണേ ദേവി. അമ്മേ ഭഗവതി. അമ്മ മുടങ്ങാതെ പൂജയും പ്രാർത്ഥനയൊക്കെ നടത്തുന്നുണ്ടല്ലോ. ഇതൊന്നും ദൈവം കാണുന്നില്ല കേൾക്കുന്നില്ല എന്നൊന്നും വിചാരിക്കരുത്. ദൈവം എല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ടാ വർഷയ്ക്ക് കോടീശ്വരനായ വിക്രമിന്റെ ആലോചന വന്നത്. അമ്മയുടെ കണ്ണീര് കണ്ട് ദേവി പറഞ്ഞു വിട്ടതായാണേ. ദൈവാനുഗ്രഹത്തെ തള്ളിപ്പറയരുതമ്മേ. അച്ഛനും അമ്മയും നിർബന്ധിച്ചാൽ വർഷ അനുസരിക്കും. അനുസരിപ്പിക്കണം. മാത്രമല്ല വർഷയ്ക്ക് വന്ദനയെ പോലെ ജാതകദോഷമൊന്നുമില്ലല്ലോ. പിന്നെന്തിനാ ഭയക്കുന്നത്? മോനെ, തീക്കൊള്ളി കൊണ്ട് അടികിട്ടിയ പൂച്ചയ്ക്ക് മിന്നാമിനിങ്ങനെ കാണുമ്പോഴും ഭയ. കോടീശ്വരനും കമ്പനി ഉടമയുമായ രാജീവിന് ദൈവം മരണം വിധിച്ചു. അതുപോലെ മറ്റൊരു കമ്പനി ഉടമയും കോടീശ്വരനും കൂടിയാ വിക്രം. അയാൾക്കും മരണം സംഭവിക്കുന്നതാണോ എന്ന് ഞാൻ കരുതുന്നില്ല. ഓ, സ്വന്തം നിലമറന്ന് കോടികൾ കണ്ടു ഭ്രമിച്ച അത് ആപത്താകുമെന്നുള്ളതിന്റെ സൂചനയാ വന്ദനയുടെ കല്യാണത്തിലൂടെ ദൈവം നമുക്ക് കാണിച്ചു തന്നത്. ഓ, ആ പാഠം വിക്രമിന്റെ കാര്യത്തിലും ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ശരിക്കും ആലോചിച്ച് വിവേകപൂർവം തീരുമാനിക്കേണ്ട ഒരു കാര്യ ഇത്. പെട്ടെന്ന് ചാടിക്കേറി അങ്ങനെ സമ്മതം മൂളാൻ പാടില്ല. വിക്രമും വർഷയായുള്ള ബന്ധത്തിന് തടസ്സം നിൽക്കുന്നത് ആ തിരിച്ചറിവാ മോനെ. ചേടാ, വന്ദനയുടെ വിവാഹം നടന്നാൽ അളിയൻ രാജീവിന്റെ പക്കൽ നിന്ന് എന്തൊക്കെ ലാഭം ഉണ്ടാക്കാമെന്നുള്ള കണക്കൂട്ടൽ പൊളിഞ്ഞു. ഇപ്പോ വർഷയുടെ വിവാഹം നടന്നാൽ വിക്രമിനെ എങ്ങനെ മുതലെടുക്കാമെന്നുള്ള പദ്ധതിയും പൊളിയുന്ന ലക്ഷണമാണ്. എന്റെ അമ്മേ ദേവി, നീ ഇതൊന്നും കാണുന്നില്ലേ? ഇവരുടെ ഈ സ്വഭാവം ഒന്ന് മാറ്റിയെടുക്കാൻ സഹായിച്ചൂടെ എന്റെ ദേവി? എന്തു വേണമെങ്കിലും ഞാൻ ചെയ്യാം. കരഞ്ഞു പോവരുതാ. എന്നെ എന്തിനാ പൂട്ടിയിട്ടേക്കുന്നത്? എനിക്ക് അച്ഛനെയും അച്ഛമ്മയും കാണണം. അച്ഛാ, വണ്ടി ഞാൻ കഴുകാച്ചാ? ഓ വേണ്ട, അതൊന്നും പറ്റത്തില്ല, ഞാൻ കഴുകാന്നേ. ഇന്നെന്താടാ പതിവില്ലാതെ അച്ഛനെ സഹായിക്കണമെന്നൊരു തോന്നല്? എന്നും അച്ഛനെ സഹായിക്കാനുള്ള മനസ്സൊക്കെ ഉണ്ട്. പിന്നെ വീട്ടിൽ എന്ത് പണിയെടുക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ ഇവിടുത്തെ സാഹചര്യങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് മനസ്സ് മടുത്തു പോകുന്നതാണ്. കല്യാണം കഴിയാതെ നിൽക്കുന്ന പെൺമക്കളുടെ കാര്യം എനിക്ക് സങ്കടം തന്നെയാണ്. പിന്നെ പ്രകാശിന്റെ കാര്യം. സ്വന്തം പണത്തിന്റെ കാര്യത്തിൽ അവൻ ദാരിദ്ര്യം പറയുന്നുണ്ടെങ്കിലും സാമ്പത്തികമായി അവൻ ഭേദപ്പെട്ട് തന്നെ നിൽക്കുന്നത്. എന്നാലും എങ്ങനെയെങ്കിലും അച്ഛന്റെ പണം പിടിച്ചു വാങ്ങി സമ്പാദ്യം വർദ്ധിപ്പിക്കണമെന്ന ലക്ഷ്യമാണ് അവനുള്ളത്.
അത് ഞാൻ കാര്യമാക്കുന്നില്ല. പക്ഷേ നിന്റെ കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. കുറുപ്പിന്റെ മകളെ തന്നിഷ്ടപ്രകാരം കൊണ്ടുവന്നതിലല്ല, കുറുപ്പ് നിന്നോട് കാണിക്കുന്ന അവഗണനയും പുച്ഛവും ഓർത്താ എനിക്ക് സങ്കടം. അത് അച്ഛാ, നീ ഒരു ന്യായവും പറയണ്ട. ആ വീട്ടിൽ ആദ്യമായി ഹരിതയുമൊത്ത് നീ ചെന്നപ്പോ ഒരു മരുമകന്റെ യാതൊരു വിലയും നിനക്ക് തന്നില്ലല്ലോ. അവിടെ വന്ദനയുടെ വിവാഹം ക്ഷണിക്കാൻ ചെന്നപ്പോ എനിക്കും ചന്ദ്രയ്ക്കും ഉണ്ടായ അനുഭവം മറിച്ചൊന്നുമല്ല. നിന്റെ കയ്യിൽ പണമില്ല, നിനക്ക് യാതൊരുവിധ വരുമാനവും ഇല്ല. ഒരു ബിസിനസ് തുടങ്ങാനുള്ള പണം തരാൻ അച്ഛന് നിവൃത്തിയുമില്ല. ആഗ്രഹമില്ലായിട്ടല്ല, അച്ഛൻ കൂട്ടിയിട്ട് കൂടുന്നില്ല. അതാ മോനെ. അയ്യോ, അച്ഛൻ വിഷമിക്കരുത്. എന്റെ അവസ്ഥയൊക്കെ മെച്ചപ്പെടാൻ ഒരു സാഹചര്യം ഒത്തുവരുന്നുണ്ട്. അച്ഛൻ നോക്കിക്കോ, അധികം വൈകാതെ ഞാൻ പച്ച പിടിക്കും. കേട്ടപ്പോ തന്നെ അച്ഛന് സന്തോഷായി. കുറുപ്പിന്റെ ഒരേ ഒരു മോള ഹരിത, കോടിക്കണക്കിന് സ്വത്തിന്റെ അവകാശി. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? നിന്നോടുള്ള അവഗണനയും വെറുപ്പും കാരണം ചില്ലിക്കാശ് പോലും അയാൾ ഹരിതയ്ക്ക് കൊടുക്കാൻ പോകുന്നില്ല. അങ്ങനെയും നിനക്ക് ഗതിയുണ്ടാവാൻ പോകുന്നില്ല. ഓ പിന്നെ അത് കുറുപ്പങ്ങ് നിയമസഭയെ പറഞ്ഞാ മതി. സംഭവം ഹരിതയ്ക്കും ഒരു ഭർത്താവെന്ന നിലയിൽ എന്നെ വലിയ വിലയില്ലെങ്കിലും സ്വത്തിന്റെ കാര്യം വരുമ്പോ അവള് പുലിയല്ല, പുപ്പുലിയാച്ച. ശകുനിക്കുറുപ്പിനെ വരച്ച വരയിൽ നിർത്തി അവൾ അവകാശം നേടിയിരിക്കും. അതുകൊണ്ട് അത് വിട്. ശരി ശരി. അച്ഛാ, ചായ. ആ, അച്ഛാ, ഇന്ന് ഇടിവെട്ടോടെ മഴ പെയ്യൂന്നാ തോന്നുന്നേ. ദേ ഏട്ടത്തി, ഞാനും അച്ഛനും കൂടി വളരെ ഗൗരവമുള്ള ഒരു കാര്യം സംസാരിക്കുക. അതിന്റെ ഇടയിൽ കയറി തോണ്ടാൻ വരല്ലേ. അയ്യോ ഇല്ലേ, ഹോസ് പിടിക്കാത്തവൻ ഹോസ് പിടിച്ചപ്പോ അത് ഓസിനെന്തോ നേടാനുള്ള ഏർപ്പാടാണെന്ന് തോന്നി. അതുകൊണ്ട് പറഞ്ഞതാ. അച്ഛാ, എനിക്ക് ഗൗരവമുള്ള ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. എനിക്ക് സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങിയേ പറ്റൂ. അതിന് പണം തരാനില്ല എന്ന് പറഞ്ഞ് അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. പണം വേറെ ഉണ്ടോ? ഇപ്പോഴില്ല, പക്ഷേ കിട്ടാനൊരു വഴിയുണ്ട്. അല്ല, ആ വിക്രം വർഷയെ കല്യാണം കഴിക്കുമ്പോ 1 അല്ല 9 സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങാനുള്ള പണം അയാൾ എനിക്ക് തന്നിരിക്കും. അച്ഛൻ മരുമകനോടൊന്ന് ശുപാർശ ചെയ്താൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ വിക്രമിനെ മനോജ് തന്നെ ഇങ്ങ് കല്യാണം കഴിച്ചാ മതി. ഹരിതയെ വിട്ടേക്ക്. പിന്നെ മറ്റൊരാളുടെ റെക്കമെൻഡേഷൻ വേണ്ടല്ലോ. ദേ ഏട്ടത്തി, എന്റെ വായി ഒന്നും കേൾപ്പിക്കല്ലേ. ചൂടാവല്ലേ മനോജ്. വർഷ വിക്രമിനെ കല്യാണം കഴിക്കുന്നെങ്കിൽ അത് വർഷയുടെ നല്ല ഭാവിക്ക് വേണ്ടിയായിരിക്കണം. അല്ലാതെ വർഷയെ മുന്നിൽ നിർത്തി മനോജ് രക്ഷപ്പെടാൻ നോക്കുന്നത് മോശം. അത് മീശ വെച്ചവർക്ക് ചേർന്നതല്ല. എടുത്ത് വെറുതെ നിൽക്കല്ലേ. കഴിക്കോട്ടോ. ഇങ്ങോട്ട് നമ്മളെ ആലോചന വന്നതേ ഉള്ളൂ. അതിനു മുമ്പ് മനോജും പ്രകാശും ഒരു മുഴ മുമ്പേ നീട്ടിയെറിയാൻ തുടങ്ങി. ഇനി അഥവാ കല്യാണം കൂടി നടന്നു കഴിഞ്ഞാൽ കഥ മാറുമല്ലോ. പഠിത്തമാണോ? അതെ ഏട്ടത്തി, എക്സാം അടുക്കുക. ഒരുപാട് പഠിക്കാനും ഉണ്ട്. ഇനിയും പുസ്തകത്തിലെ പാഠങ്ങൾ പഠിച്ച് എക്സാം എഴുതണം. അല്ല, സ്വന്തം ജീവിതത്തിലെ പാഠങ്ങൾ പഠിച്ച് എക്സാം പാസ്സായ പോരെ? എടി, ഭാഗ്യം പടിവാതിക്കൽ വന്ന് കാത്തു നിൽക്കുക. അതിനകത്തേക്ക് വിളിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി നിനക്കാ. എന്തു പറയുന്നു? എന്താ മോളെ, വല്ല ഭാഗ്യക്കുറിക്കാരനും വാതക്കൽ വന്ന് നിൽക്കുന്നുണ്ടോ? അച്ഛമ്മേ, ഭാഗ്യക്കുറിക്കാരന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ മഹാഭാഗ്യം വിക്രമന്റെ രൂപത്തില് വാതിൽക്കൽ വന്ന് നിൽക്കുന്നു എന്നാ ഞാൻ പറഞ്ഞത്. ഓ, ഇപ്പൊ മനസ്സിലായി. വർഷയ്ക്ക് വിക്രമിനെ കല്യാണം കഴിച്ചുകൂടെ എന്നാ നിന്റെ ചോദ്യം അല്ലേ? അതെ. വർഷ അതിന് മറുപടി തരുന്നില്ലല്ലോ.
അതിനവൾ ഇപ്പൊ പഠിക്കുകയല്ലേ. പഠിത്തമൊക്കെ കഴിഞ്ഞ് പുസ്തകമൊക്കെ മടക്കി വെച്ചിട്ട് ഇന്ന് തന്നെ മറുപടി തരും. വേണ്ട, ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. ഞാനിപ്പോ ഡിഗ്രി കോഴ്സ് ചെയ്തോണ്ടിരിക്കുക. എന്റെ പഠിത്തം കഴിഞ്ഞിട്ടേ ഞാൻ മറ്റു കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. എടി, വന്ദനേച്ചിയുടെ കാര്യം പോലെ അല്ല നിന്റെ കാര്യം. ചേച്ചിക്ക് ജാതക ദോഷം ഉള്ളതാ. ഉടനെ ഒന്നും കല്യാണം നടക്കാൻ പോകുന്നില്ല. അതുപോലെയാണോ നീ? ശരിക്കും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്ക്. അങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നവളായിരുന്നെങ്കിലേ നീ മനോജിനെ പോലെ തന്നെ കല്യാണം കഴിക്കില്ലായിരുന്നല്ലോ. സ്വന്തം കാര്യം വരുമ്പം പ്രാക്ടിക്കൽ ഒന്നുമില്ല, മറ്റുള്ളവരുടെ കാര്യം വരുമ്പം പ്രാക്ടിക്കലും ലാഭവും വരും. ഇതൊന്നും അത്ര ശരിയായ കാര്യമല്ല. നിർത്ത. ഒരാൾ അങ്ങോട്ട് ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞു അയച്ചതേ ഉള്ളൂ. ഇപ്പൊ എന്റെ തോളത്തേക്കായോ? പണത്തിന്റെ വില എന്താണെന്ന് അടുക്കളക്കാരികൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അടുക്കളക്കാരിയാണെങ്കിലും എനിക്ക് വകതിരിവുണ്ട്. സാമാന്യ ബുദ്ധിയുള്ളവരാരും ഇപ്പൊ വർഷേ കല്യാണത്തിന് നിർബന്ധിക്കില്ല. അതെങ്ങനെയാ? കുറുപ്പിന്റെ കുരുട്ടുബുദ്ധിയല്ലേ കിട്ടിയിരിക്കുന്നത്. എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ. ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാനിവിടെ നിന്ന് പഠിക്കുന്നതിനാണല്ലോ എല്ലാവർക്കും കണ്ണുകടി. ഞാൻ ഇനി പഠിക്കുന്നില്ല, നിർത്തി. നീ ഇനി ഇതും പറഞ്ഞ് ഇപ്പോഴത്തെ പഠിത്തം നിർത്തണ്ട, അവിടെ ഇരുന്ന് പഠിക്കടി. വെറുതെ ഒന്നും രണ്ടും പറഞ്ഞ് ബഹളം വെക്കാതെ പോയി കിടന്ന് ഉറങ്ങു പിള്ളേരെ. പൊടി. മാധവ, വിക്രമും വർഷയും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് ഇവിടെ പിള്ളേരെല്ലാം കൊണ്ടുപിടിച്ച ചർച്ചയാ. ആ കാര്യത്തിനൊരു തീരുമാനം എടുക്കണ്ടേ? എടാ, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? കേട്ടമ്മേ. എന്ത് കാര്യത്തിനൊരു തീരുമാനം എടുക്കാം, പക്ഷെ എന്റെ പെൺമക്കളുടെ വിവാഹകാര്യം വരുമ്പോ ഉള്ളിലൊരു തീയ. നീ ഇതെങ്ങോട്ടാ മോളെ? ഇന്നു മുതൽ ഞാൻ രാജീവ് സാറിന്റെ കമ്പനിയിൽ പഴയതുപോലെ അവിവേകമൊന്നും കാണിക്കരുത്. കുഞ്ഞിനെ അന്വേഷിച്ച് രാജീവിന്റെ വീട്ടിലേക്കൊന്ന് പോയേക്കരുത്. അവിടെ ജോലിക്ക് പോകാൻ നീ തീരുമാനിച്ചെങ്കിൽ ഞങ്ങൾ തടയുന്നില്ല. പക്ഷേ സൂക്ഷിച്ചും കണ്ടുമായിരിക്കണം നിന്റെ ഓരോ നീക്കങ്ങളും. ശരിക്കും ആലോചിച്ചിട്ടേ നീ എന്തും ചെയ്യാവൂ. എന്നാ ഞാൻ പോയിട്ട് വരാം. ശരി. മോനെ മാധവ, വർഷയുടെ വിവാഹ കാര്യം അങ്ങനെ തന്നെ വേണം. ശരിക്കും ആലോചിച്ചിട്ട് ഉറപ്പ് പറയാവൂ.
കരഞ്ഞു പോവരുത്. എന്നെ എന്തിനാ പൂട്ടിയിട്ടേക്കുന്നത്? എനിക്ക് അച്ഛനെയും അച്ഛമ്മയും കാണണം. വന്ദനമ്മയും കാണണം. വന്ദനമ്മയുടെ കയ്യിന്ന് എന്നെ എന്തിനാ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത്? അയ്യോ മോളെ, നിന്നെ തട്ടിക്കൊണ്ടു വന്നേന്നല്ലോ. പോലീസ് അങ്കിള് നിന്റെ സ്വന്തം രാഗി ആന്റിയെ ഏൽപ്പിച്ചതല്ലേ. മോള് താമസിക്കാനുള്ളത് വന്ദനയോടൊപ്പം അല്ല, സ്വന്തം അപ്പച്ചിയായ രാഗിയോടൊപ്പമാണ്. അത് മനസ്സിലാക്കിയിട്ടല്ലേ പോലീസ് അങ്കിൾ അങ്ങനെ ചെയ്തത്. ദേ നോക്ക്, പോലീസുകാര് ന്യായമായ കാര്യമല്ലേ ചെയ്യൂ. അല്ല, എനിക്കറിയാം. സാഗർ അങ്കിള് പോലീസുകാരെ കൊണ്ട് എന്നെ പിടിച്ചോണ്ട് വന്നതല്ലേ. എനിക്ക് വന്ദനമ്മയെ കാണണം. വന്ദനമ്മയെ കാണാൻ ഇപ്പം പോണം. എടാ, വെട്ടുപോത്തിനോട് വേദമുത നിക്കാതെ. ഇവള് വിഷവിത്ത, ഒരു അനുകമ്പയും വേണ്ട. ഡീ, ഈ ബക്കറ്റിലെ വെള്ളം കൊണ്ട് ഇവിടെ മുഴുവൻ തുടച്ച് വൃത്തിയാക്കടി. നിന്നോടാ പറഞ്ഞേ. എനിക്കിതൊന്നും അറിയില്ല അങ്ങളെ. നീയമ്മൾക്ക് ഇതൊന്നും അറിയില്ല എന്ന് പറ. നീയാണ് ഇനി ഈ വീട്ടിലെ പണികളൊക്കെ ചെയ്യേണ്ടത്. ഇതൊക്കെ ഒരു ട്രെയിനിങ് ആയിട്ട് കൂട്ടിയാ മതി. ഇല്ല, ഞാൻ ചെയ്യില്ല. എനിക്ക് അറിയില്ല. അറിയണം. വീട് മുഴുവൻ തുടച്ച് വൃത്തിയാക്കിയിരിക്കണം. ഇല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും നിനക്ക് തരില്ല ഞാൻ. അങ്ങളെ, എന്റെ കാല് വേദനെടുക്കുന്നു. എടുക്കട്ടടി, പയ്യെ പയ്യെ ഈ വേദനയൊക്കെ ഒരു ശീലം ആയിക്കോളും. സംസാരിക്കളിയാ വേണ്ടടാ. കോളേജ് പിള്ളേരൊക്കെ നോക്കി നിൽക്കുമ്പോൾ പരസ്യമായിട്ടുള്ള പ്രണയം എൻ്റെ സ്റ്റാറ്റസിന് ചേർന്നല്ല. ആ, ഒന്നുമല്ലേലും ഒരു പുതിയ തലമുറയ്ക്ക് മാതൃകയാണ്ട യുവ നേതാവല്ലേ ഞാൻ. പിന്നെ പ്രേമത്തിനുണ്ടോ കണ്ണു മൂക്ക് നാക്കും ഒക്കെ? സമയം കളയാതെ നീ ചെന്ന് റൊമാൻസിന് തിരികൊളുത്തയ്യാ. സംസാരിക്ക്. സംസാരിക്ക്. അല്ല, ബസ് വരാറായോ? അല്ല, ഈ ബസ് വരാറായോ? ഒന്ന് വണ്ടി വരാറായി. താങ്ക് യു. ഞാനാ പറഞ്ഞത്. ഓ, താങ്ക്സ്.
കേറ് കേറ് കേറ്